നബി തങ്ങൾ പറഞ്ഞു, ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കോ. സഹാബികൾ ആ പെണ്ണിനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോ നബി തങ്ങൾ ചോദിച്ചു, മാദാ ഹദഥ, എന്തിനാ കരയുന്നത്? ആ പെണ്ണ് പറയുന്നു, നബിയേ, ഇന്നി അദ്നബതു ദംബൻ അലീമാ ഹല്ലിയ മിൻ തൗബ. ഒരു വലിയ തെറ്റ് ഞാൻ ചെയ്തു പോയി, എനിക്കതിൽ തൗബയുണ്ടോ? എന്താണ് ഈ ചെയ്ത തെറ്റ്? ആ പെണ്ണ് പറയുന്നു, നബിയേ, എന്റെ ഭർത്താവ് വീട്ടിലില്ലാത്ത സന്ദർഭത്തിൽ ഞാൻ വ്യഭിചരിച്ചു പോയി. അങ്ങനെ ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞ്, ഞാൻ വ്യഭിചാരത്തിൽ എനിക്കുണ്ടായ കുഞ്ഞിന് അൽക്കൈതൂഫിൻ, ഒരു ടിന്ന് സുർക്കയിൽ ആ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് ഞാൻ അവനെ കൊന്നു. എന്നിട്ട് ആ കുട്ടിയെടുത്തു ഞാൻ കുടിച്ചു മൂടി. നബിയേ, ആ സുർക്ക ഞാൻ അങ്ങാടിയിൽ ചെന്ന് ചന്തയിൽ കൊണ്ടുചെന്ന് കച്ചവടക്കാരന് വിൽക്കുകയും ചെയ്തു. എന്റെ ഭർത്താവിനെ വഞ്ചിച്ചു, ഞാൻ വ്യഭിചരിച്ചു, കുട്ടിയെ സുർക്കയിലിട്ട് കൊന്നു. ആ സുർക്ക ഞാൻ വിറ്റു. ഈ വലിയ ഗുരുതരമായ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടാ? ഉടനെ അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഹല്ലാ തറക്കത്തി സ്വലാത്തുൽ അസ്രി, പെണ്ണെ, ഒരു അസ്ർ നിസ്കാരം നീ ഉപേക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ എല്ലാം ഗുരുത്തക്കേടാണ് ഈ മുഴുവൻ തെറ്റുകളുടെയും നൂലാമാലകൾ ഉണ്ടാകാൻ കാരണോ. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഒരു കല്യാണമോ സൽക്കാരമോ മറ്റു വിശേഷങ്ങൾ ഉണ്ടാകുമ്പോ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, ഒരു അസ്ർ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഈ പെണ്ണ് ചെയ്തു പോയ പാപങ്ങളുടെ കൂമ്പാരങ്ങൾ എത്രയാണ് അറിയോ? ഒരു സ്വഹാബി അതാ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഓടുകയാണ്. ദിക്റുമില്ല, സ്വമത്തുള്ള ദുആകളുമില്ല, തസ്ബീഹുകളുമില്ല. സലാം വീട്ടി ഉടനെ തന്നെ നബി തങ്ങളെ മസ്ജിദിൽ നിന്ന് ഓടുകയാ. നബി തങ്ങൾ അയാളെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്നു, മനുഷ്യ, എന്തുകൊണ്ടാണ് സലാം വീട്ടി ഉടനെ തന്നെ നീ ഓടുന്നത്? നിനക്ക് ദിക്റും ദുആയുമില്ല എന്ന് ചോദിക്കുമ്പോ ഫഫാലതു ഐനാ, അയാളെ രണ്ട് കണ്ണുകളും നിറഞ്ഞ് കരഞ്ഞു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നബിയെ, എനിക്കും എന്റെ ഭാര്യക്കും ഒരു വസ്ത്രമാണുള്ളത്. ഞാൻ വേഗം ഓടുന്നത് ദിക്റിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ദുആയോടുള്ള വെറുപ്പ് കൊണ്ടല്ല. ഇവിടത്തെ നിസ്കാരം നിർവഹിച്ച് എന്റെ വീട്ടിൽ ചെന്നിട്ട് എന്റെ വസ്ത്രം ഞാൻ ഊരിക്കൊടുക്കണം നബിയേ. എന്നിട്ട് ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് എന്റെ ഭാര്യക്കും നമസ്കരിക്കാനുള്ളത്. ഭാര്യക്ക് വേറെ നമസ്കാര കുപ്പായമില്ല, ഒരുപാട് കീറിയിട്ടുണ്ട് നബിയെ. അതുകൊണ്ട് എന്റെ ഭാര്യ ഏറ്റവും ആദ്യ സമയത്ത് നിസ്കരിക്കണമെന്ന് താല്പര്യപ്പെടുന്നവളാ. ഒരുപാട് വൈകിയിട്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നതെങ്കിൽ അവലെ വക്തിൽ ആദ്യ സമയത്ത് നിസ്കരിക്കുന്ന പുണ്യം അവൾക്ക് നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് ഏത് നിസ്കാരവും അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക എന്ന പുണ്യത്തിന് വേണ്ടിയാ ഞാൻ വേഗം എന്റെ വീട്ടിലേക്ക് ഓടുന്നത് നബിയേ. ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണുകൾ പോലും നിറഞ്ഞു പോവുകയാണ്. ഇത്ര വലിയ ശ്രദ്ധയാണ് അവർക്ക് നമസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പെണ്ണുങ്ങളെ, നിങ്ങളാണ് നരകത്തിന്റെ പകുതി മുക്കാൽ ഭാഗവുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ട് പോരോ ഈ നിസ്കാരത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഇത്രയും ശ്രദ്ധയില്ല? ഇസ്രാ മിഅ്റാജിന്റെ രാത്രി നബിതങ്ങൾ കണ്ട മുഴുവൻ കാഴ്ചകളും അധികവും നിങ്ങളെ കുറിച്ചായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട ഹബീബ് നബിതങ്ങള് സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറപ്പ് കൊടുത്ത 4 പെണ്ണുങ്ങളുണ്ട് സഹോദരിമാരെ. അതിൽ നിങ്ങൾ പെടുമോ? സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറപ്പ് കൊടുത്ത 4 പെണ്ണുങ്ങൾ ആരെന്നറിയണോ? ഇംറത്തുൻ നഫീഫത്തുൻ ത്വായിഅത്തുൻ ലില്ലാഹി വലിസൗജിഹാ, അല്ലാഹുവിനെയും ഭർത്താവിനെയും വഴിപ്പെട്ട് ജീവിക്കുന്ന, അല്ലാഹുവിനെ പേടിക്കുന്ന സച്ചരിതയായ സ്വാലിഹത്തായ പെണ്ണ്. പിന്നെ രണ്ടാമത്തേത് തന്റെ ഭർത്താവിന്റെ ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും വല്ലായ്മയിലുമൊക്കെ ഭർത്താവിനോട് സഹകരിച്ച് ക്ഷമിച്ച് ജീവിക്കുന്ന, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന, ക്ഷമയുള്ള, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജന്മം
ജന്മം നൽകിയ ഒരു പെണ്ണ്, അവളും സ്വർഗത്തിലാ. മൂന്നാമത്തേത് ദാതു ഹയാ, നല്ല ലജ്ജയുള്ള ഒരു പെണ്ണ്. ഇൻഗാബന്നാ സൗജുഹാ, ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഹഫിളത്ത് സൗജഹാ വമാലഹു, തന്റെ ഭർത്താവിനെയും ഭർത്താവിന്റെ മുഴുവൻ സാധനങ്ങളെയും സൂക്ഷിച്ച് പേടിച്ചു കൊണ്ട് നടക്കുന്ന പെണ്ണ്, അവള് സ്വർഗത്തിലാണ്. നാലാമത്തേത് വംറത്തുനൊരു പെണ്ണ്, മാ തൻഹാ സൗജുഹാ, ഭർത്താവ് മരണപ്പെട്ടു, പക്ഷേ വലാ ഔലാദുൻ സിഗാർ, ഒരുപാട് ചെറിയ കുട്ടികൾ അവൾക്കുണ്ട്. ആ ഭർത്താവ് മരണപ്പെടുമ്പോ ഈ കുട്ടികളൊക്കെ എത്തിയ മക്കളായല്ലോ. പക്ഷേ ഇവൾ വേറെ കല്യാണം കഴിക്കാതെ ഞാൻ വേറെ ഭർത്താവിന്റെ കൂടെ കല്യാണം കഴിച്ചു പോയാൽ എനിക്കുള്ള ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വഴി ആധാരമാകുമല്ലോ, ഈ കുട്ടികളെ നോക്കാൻ ഇനി ഒരാളും ഉണ്ടാകില്ലല്ലോ എന്ന് പേടിച്ചുകൊണ്ട് ഈ കുട്ടികളുടെ ഭാവി ആലോചിച്ച് വേറെ കല്യാണം കഴിക്കാതെ ക്ഷമിച്ചുകൊണ്ടൊക്കെ നടന്ന പെണ്ണ്. എന്നിട്ട് ഹസനത്തിലേക്കും വേറെ കല്യാണമൊന്നും കഴിക്കാതെ ഈ കുട്ടികളെ നല്ല നിലക്ക് പോറ്റി വളർത്തിയ പെണ്ണ്. വലം തതസവ്വജ ഖശിയതൻ യുദിഅ, ഇവരുടെ ഭാവി നാശത്തിലാകുമോ എന്ന് പേടിച്ചുകൊണ്ട്, ഇവരെ ശ്രദ്ധിക്കാൻ ഒരാളില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കല്യാണമൊന്നും കഴിക്കാതെ കഴിഞ്ഞുകൂടിയ പെണ്ണ് അവള് സ്വർഗത്തിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയത്തെ എത്ര പെണ്ണുങ്ങളുണ്ട്. അവർക്ക് നല്ല സുന്ദരമായ നല്ല മോഹനമായ വാഗ്ദാനങ്ങളാ പ്രവാചകർ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരിമാര് മനസ്സിലാക്കണം, ഇന്ന് അങ്ങപ്പുറത്ത് ഒരു മുതലാളി വലിയ വീട് വെക്കുമ്പോ തന്റെ പാവപ്പെട്ട കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന പെണ്ണുങ്ങളില്ലയോ? അതുപോലെ തന്നെ അപ്പുറത്തുള്ളവൻ വലിയ ആഡംബരത്തോടെ ജീവിക്കുമ്പോ പാവപ്പെട്ടവന്റെ ഭാര്യ അവന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. ഒരു സംഭവം ഞാൻ ഉദ്ധരിക്കാം. ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാങ്ങള് ഹസൻ ഹുസൈൻ എന്ന കുഞ്ഞുങ്ങൾക്ക് രോഗമാകുന്നു. രണ്ടു കുട്ടികളും സുഖമില്ലാതെ പനിച്ച് വിറവിറച്ചുകൊണ്ട് കിടക്കുകയാണ്. നബി തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും നബി തങ്ങളുടെ പേരക്കിടാങ്ങളെ സുഖമില്ലാതെ കുട്ടികളെ സന്ദർശിക്കാൻ പോവുകയാ. ഫാത്തിമാന്റെ വീട്ടിൽ രണ്ട് കുട്ടികളും പുതപ്പിട്ട് മൂടി പനിച്ചുകൊണ്ട് വിറവിറക്കുമ്പോ നബി തങ്ങളും ഉമർ എന്നവരും സിദ്ദീഖ് എന്നവരും ഈ കുട്ടികളെ രോഗം കാണാൻ വരുമ്പോ ഉമർ തങ്ങൾ പറയുന്നു, അലിയേ ഹല്ലാ നദർതാനി ബിനൈക നദറൻ ലഅഫാഹുമുല്ലാഹ്, നിങ്ങളെ പനിച്ച് സുഖമില്ലാതെ കിടക്കുന്ന ഈ കുട്ടികളെ രോഗം സുഖപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോമ്പ് നേർച്ചയാക്കി കൂടെ? എന്നാൽ ആ കുട്ടികളെ രോഗം സുഖപ്പെടുമെന്ന് പറയുമ്പോ അതേ വേഗം തന്നെ അലിയാർ പറയുന്നു, അസൂമു തലാതത അയ്യാം ശുക്റൻ ലില്ലാഹ്, എന്റെ കുട്ടികളുടെ രോഗം സുഖപ്പെട്ടാൽ 3 ദിവസം ഞാൻ നോമ്പ് നേർച്ചയാക്കുന്നു. ഇത് കേട്ടുടനെ തന്നെ കുട്ടികളുടെ ഉമ്മ ഫാത്തിമ ബീവി പറയുന്നു, അത് എന്റെയും കുട്ടികളല്ലയോ, ഞാനും നേർച്ചയാക്കി. അല്ലാഹ് 3 ദിവസം ഞാനും നോമ്പെടുക്കാൻ നേർച്ചയാക്കി. ഉമ്മയും ഉപ്പയും നേർച്ചയാക്കുമ്പോ ഇത് കേട്ട് കിടക്കുന്ന പ്രിയപ്പെട്ട 2 പിഞ്ചോമന പൈതങ്ങളില്ലയോ, അവരും പറഞ്ഞു, ഉപ്പയും ഉമ്മയും ഞങ്ങൾക്ക് വേണ്ടിയാ നേർച്ചയാക്കിയത്, എങ്കിൽ ഞങ്ങളെ അസുഖം സുഖപ്പെടാൻ 3 ദിവസത്തെ നോമ്പ് ഞങ്ങളും നേർച്ചയാക്കി. അല്ലാഹ് ഇത് കേൾക്കുമ്പോ അവരുടെ വെള്ളാട്ടിയായ അലിയാരുടെ വീട്ടിലെ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഫില്ല എന്ന പരിചാരിക ആ പെൺകുട്ടിയും പറയുന്നു, എങ്കിൽ ഞാനും എങ്കിൽ ഞാനും 3 ദിവസത്തെ നോമ്പ് നേർച്ചയാക്കുകയാണ്. അതങ്ങനെ അല്ലാഹു തആല ഈ കുട്ടികളുടെ പനി അങ്ങ് സുഖപ്പെടുത്തുകയാണ്. 2 കുട്ടികൾക്കും സുഖമാവുകയാണ്. അങ്ങനെ എല്ലാവരും 5 പേരും നോമ്പെടുക്കുകയാണ്. അങ്ങനെ
ഇതിന് നന്ദിയായി 5 ആളും നോമ്പെടുക്കുകയാണ്. പക്ഷേ അന്ന് രാത്രി വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം വേണ്ടയോ? നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ആലിയാരെ വീട്ടിലൊന്നും തന്നെ ഇല്ല. വളരെ വലിയ പരമദാരിദ്ര്യമാ. അലിയാര് വേഗം തന്നെ അപ്പുറത്തുള്ള അയൽവാസിയായ എന്ന പേരുള്ള ജൂതനായ അയൽവാസിയുടെ അരികിൽ ചെന്നുകൊണ്ട് പറയുന്നു,